What's up guys, this is Sreevin here from Yumi and Tech. Welcome to our latest video. 7 നീണ്ട വർഷങ്ങൾക്ക് ശേഷം PS4 ശേഷം സോണി അവരുടെ PS5 ഒരു ഓൺലൈൻ ഇവന്റിലൂടെ റിവീൽ ചെയ്തിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ PS5 പറ്റിയാണ്. സോ PS5 ഡിസൈനിനെ പറ്റിയും ആക്സസറീസിനെ പറ്റിയും ഗെയിമുകളെ പറ്റിയും ഈവൻ പ്രൈസിങ്ങിനെ പറ്റിയും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഷെയിംലെസ് പ്ലഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ലേറ്റസ്റ്റ് ആയ മലയാളം ടെക് അപ്ഡേറ്റ്സ് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനാണ് നമ്മൾ ഈ ചാനലിലൂടെ ശ്രമിക്കുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഇപ്പോൾ തന്നെ ചെയ്യുക കേട്ടോ. ഡൺ, ഓൾ ഗുഡ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 7 വർഷങ്ങളുടെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് PS5 നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ലാസ്റ്റ് വീക്ക് നടന്ന ഒരു യൂട്യൂബ് ലൈവ് സ്ട്രീം ഇവന്റിലൂടെയാണ് സോണി അവരുടെ PS5 റിവീൽ ചെയ്തത്. PS5 കാണുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കൺസോളിന്റെയും അതിന്റെ ആക്സസറീസിന്റെയും ആ ഡിസൈൻ ലാംഗ്വേജ് ആണ്. ഡിസൈൻ പരമായി നോക്കിയാൽ PS4 നിന്നും വലിയൊരു സ്റ്റെപ്പ് ആണ് PS5 നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ, അതിന്റെ കൂടെ സീംലെസ് ആയി എമർജ് ആവുന്ന ആ ബ്ലൂ ലൈറ്റിംഗ്, ഇതിന്റെ കൂടെ തന്നെ വളരെ അഗ്രസീവ് ആയ കർവ്സ്, ആ ഫിൻസ്, ഇതെല്ലാം ഒത്തുചേർന്ന് വരുമ്പോൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഈവൻ ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് തന്നെ പറയത്തക്ക ഒരു ഡിസൈൻ ആണ് ഇത്തവണ PS5 സോണി നൽകിയിട്ടുള്ളത്. പേഴ്സണലി സ്പീക്കിംഗ്, ഐ ജസ്റ്റ് ലവ് ദ PS5 ഡിസൈൻ. നിങ്ങൾക്ക് എന്താണ് ഈ ഡിസൈനിനെ പറ്റി പറയാനുള്ളത്? കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത് PS5 കൺസോളിന്റെ കൂടെ വരുന്ന എല്ലാ ആക്സസറീസിനും ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് സോണി നൽകിയിട്ടുള്ളത്. ഇനി PS5 സ്പെസിഫിക്കേഷൻസിനെ പറ്റി സംസാരിച്ചാൽ ആദ്യം പറയേണ്ട ഒരു കാര്യം, ഇത്തവണ PS5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്, അതായത് SSD. സോ റെഗുലർ ഹാർഡ് ഡ്രൈവ് അല്ല നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു AMD 8 കോർ CPU ആണ് PS5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. റാം എത്രയാണെന്ന് നോക്കിയാൽ 16 GB റാം ആണ് സോണി PS5 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഗെയിമിംഗ് കൺസോളിലെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കമ്പോണന്റ് ആണല്ലോ GPU. PS5 നമുക്ക് ലഭിക്കാൻ പോകുന്നത് 10.28 teraflops വേരിയബിൾ ഫ്രീക്വൻസി GPU ആണ്. ഈ റിവീൽ ഇവന്റിന് ശേഷം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന PS5 മറ്റൊരു ടെക്നോളജിയാണ് റേ ട്രേസിംഗ്. PlayStation 5 ഗ്രാഫിക്സ് അല്ലെങ്കിൽ വിഷ്വൽ ആസ്തെറ്റിക് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ് റേ ട്രേസിംഗ്. ഈ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നോർമലി ഗെയിം പ്ലേയിൽ നമ്മൾ കണ്ടുവരുന്ന റിഫ്ലക്ഷൻസും ലൈറ്റ് എഫക്ട്സും കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആക്കുവാനും അല്ലെങ്കിൽ ഒരു ലെവൽ മുകളിലേക്ക് ഉയർത്തുവാനും സാധിക്കുന്നതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് PS5 ഔട്ട്പുട്ട് കേപ്പബിലിറ്റി. 120 Hz 4K അല്ലെങ്കിൽ 8K ഔട്ട്പുട്ട് PS5 നൽകാൻ സാധിക്കും. ബട്ട് പ്രസന്റ്ലി ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസോ TVസോ അധികം അത്രയ്ക്ക് കോമൺ അല്ലെങ്കിൽ പോലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ സോണി ഒരു ഫ്യൂച്ചർ പ്രൂഫിംഗ് ആണ് എയിം ചെയ്യുന്നത്. ഇനി കൺസോളിനെ പറ്റി സംസാരിക്കാം. മെയിൻലി 2 വേർഷൻസ് ഓഫ് PS5 ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് സ്റ്റാൻഡേർഡ് വേർഷൻ. ഈ വേർഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 4K ബ്ലൂറേ ഡ്രൈവ് ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തെ വേരിയന്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ വേർഷൻ ആണ്. സോ ഇതിൽ ഈ 4K ബ്ലൂറേ പ്ലെയർ ഇൻക്ലൂഡഡ് അല്ല. സോ ഈ 4K ബ്ലൂറേ പ്ലെയർ ഇൻക്ലൂഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാൻഡേർഡ് വേരിയന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. സോ നിങ്ങൾ PS5 വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വളരെയധികം ശ്രദ്ധിച്ച് വേണം വാങ്ങാനായിട്ട്. ഈ ഡിജിറ്റൽ വേർഷനിൽ എല്ലാ ഗെയിമുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വേണം കളിക്കാനായിട്ട്. സോ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പക്കൽ ഒരു റിലയബിൾ ആയ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ പല സിറ്റുവേഷനിലും അതൊരു ബുദ്ധിമുട്ടായി മാറിയേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലൂറേ കളക്ഷൻ ഹാബിറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്ലൂറേ പ്ലെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലൂറേ ഗെയിംസ് ആണ് വാങ്ങി കളിക്കാൻ പ്രിഫർ ചെയ്യുന്നത്, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ബ്ലൂറേ ഗെയിംസ് വാങ്ങേണ്ടി വരും അല്ലേ. സോ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി സ്റ്റാൻഡേർഡ് വേർഷൻ വാങ്ങുന്നതായിരിക്കും നല്ലത്. ബട്ട് അതേസമയം ഹൈ സ്പീഡിലുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചീപ്പർ വേരിയന്റ് ആയ ഈ ഡിജിറ്റൽ വേർഷൻ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് PS5 ആക്സസറീസിനെ പറ്റി നോക്കാം. സോ ആദ്യമേ തന്നെ സംസാരിക്കേണ്ടത് ഡെഫിനറ്റ്ലി ഡുവൽ സെൻസ് കൺട്രോളറിനെ പറ്റിയാണ്. സോ കൺസോളിൽ നമ്മൾ കണ്ട അതേ ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈൻ തന്നെയാണ് ഈ കൺട്രോളറിനും സോണി നൽകിയിട്ടുള്ളത്. അതേപോലെ നമുക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കൺട്രോളറിൽ ഹാപ്റ്റിക് ഫീഡ്ബാക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പല ഗെയിമുകൾ കളിക്കുമ്പോഴും സ്പെഷ്യലി ഷൂട്ടിംഗ് ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ നമ്മുടെ കൈകളിൽ അത് റിയലായി ഫീൽ ചെയ്യുന്നതാണ്. സോ നമ്മൾ കളിക്കുന്ന ഗെയിമിലേക്ക് കുറച്ചുകൂടി അധികം ഇമ്മേഴ്സ്ഡ് ആവാൻ ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്സ് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ PlayStation വേരിയൻസിലും ഇതേ ഫീച്ചർ എല്ലാം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വി ക്യാൻ എക്സ്പെക്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഹിയർ. അതേ
അതേപോലെ തന്നെ റിവീൽ ചെയ്ത മറ്റൊരു ആക്സസറിയാണ് പൾസ് 3D ഹെഡ്സെറ്റ്. സോ PS4 ഓഫർ ചെയ്യുന്ന 3D സൗണ്ട് എഫക്ട്സ് എല്ലാം വളരെ കൃത്യമായി അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നാണ് സോണി ക്ലെയിം ചെയ്യുന്നത്. ബട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത് അത് ലോഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്വയം യൂസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ. എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഒരു തേർഡ് പാർട്ടി ഹെഡ്ഫോൺസ് യൂസ് ചെയ്താലും അത്യാവശ്യം നല്ല എഫക്ട്സ് എല്ലാം നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. അതേപോലെ തന്നെ റിവീൽ ചെയ്ത മറ്റ് 2 ആക്സസറീസ് ആണ്, ഒന്ന് മീഡിയ റിമോട്ടും രണ്ടാമത്തേത് PlayStation ലെൻസും. ഈ ലെൻസ് ഡെഫിനറ്റ്ലി സോണിയുടെ ഫ്യൂച്ചർ VR ഗെയിമിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെയാണ്. സോ ഇതൊക്കെയാണ് PS5 കൺസോളിന്റെയും മറ്റു പല ആക്സസറീസിന്റെയും സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും. ഇനി നമുക്ക് ഗെയിംസിനെ പറ്റി സംസാരിക്കാം. 3 മണിക്കൂർ നീണ്ട ഈ ഗെയിമിംഗ് ഇവന്റിൽ പകുതിയോളം സമയം സ്പെൻഡ് ചെയ്തത് പുതിയ PS5 ഗെയിമുകൾ അനൗൺസ് ചെയ്തുകൊണ്ടാണ്. അതിന്റെ ട്രെയിലേഴ്സും ടീസേഴ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ടാണ്. നമ്മൾ കണ്ട ചെറിയ ചില ഗെയിം പ്ലേയും മെയിൻലി ടീസേഴ്സും ട്രെയിലേഴ്സും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, മെയിൻലി PS4മായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം, PS4ൽ നിന്നും വളരെ ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറയത്തക്ക വലിയൊരു ഇംപ്രൂവ്മെന്റ് ഒന്നും PS5 ഗെയിമിങ്ങിൽ നമുക്ക് ലഭിക്കില്ല. ബട്ട് സ്റ്റിൽ PS5 ഗെയിംസ് വിൽ ലുക്ക് ബെറ്റർ, ഗ്രാഫിക്സ് വിൽ ബി ബെറ്റർ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് കൂടിയായിരിക്കും. അതിൻ്റെ കൂടെ റേ ട്രേസിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് കൂടി ആഡപ്പ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി വി ക്യാൻ എക്സ്പെക്ട് എ ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ്. സോ ഈ റിവീൽ ഇവന്റിൽ ഓൾമോസ്റ്റ് 26 ഗെയിമുകളാണ് PS5ന് വേണ്ടി സോണി അനൗൺസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ടീസേഴ്സും ട്രെയിലേഴ്സും ഈ ഗെയിമുകളുടെ എല്ലാം ചെറിയൊരു ഗ്ലിംസ് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. സോ ഈ 26 ഗെയിമുകളിൽ നിന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഗെയിമുകൾ എന്ന് പറയുന്നത് ഹിറ്റ്മാൻ 3, NBA 2K21, അതേപോലെ തന്നെ വളരെ റിയലിസ്റ്റിക് ആയി തോന്നിച്ച ഗ്രാൻ ടൂറിസ്മോ 7, പിന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് സോണി തന്നെ ഒരുപാട് പ്രതീക്ഷ നൽകിയിട്ടുള്ള സ്പൈഡർമാൻ മൈൽസ് മൊറാലിസ് എന്ന ഗെയിമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രൈസിംഗ് ആണ്. ആക്ച്വലി ഈ ഒരു റിവീൽ ഇവന്റിലെ ട്വിസ്റ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സോണി പ്രൈസിങ്ങിനെ പറ്റിയോ ലോഞ്ച് ഡേറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ റിലീസ് ഡേറ്റിനെ പറ്റിയോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ജസ്റ്റ് കൺസോൾ കാണാൻ എങ്ങനെയുണ്ട്, എന്തൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ്, എന്തൊക്കെ ഗെയിമുകളാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ചെറിയ ഡീറ്റെയിൽസ് മാത്രമേ അവർ ഇതുവരെ റിവീൽ ചെയ്തിട്ടുള്ളൂ. ബട്ട് PS4ന്റെ പ്രൈസിങ്ങിനെ പറ്റി ഒരുപാട് ലീക്സ് ആൻഡ് റൂമേഴ്സ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നു ഇറ്റ് വിൽ ബി അറൌണ്ട് $300, അതുപോലെ തന്നെ മറ്റു പലർ പറയുന്നു ഇറ്റ് വിൽ ബി അറൌണ്ട് $1000. സോ ആക്ച്വലി എന്തായിരിക്കും പ്രൈസിങ്? നമുക്ക് വളരെയധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില സോഴ്സുകളിൽ നിന്ന് വരുന്ന ലീക്സ് നോക്കിയാൽ PS5ന്റെ പ്രൈസിങ്, അതായത് സ്റ്റാൻഡേർഡ് വേർഷനായ ബ്ലൂറേ ഡിസ്കുള്ള സ്റ്റാൻഡേർഡ് വേർഷന്റെ പ്രൈസിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അറൌണ്ട് $499 ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഡിജിറ്റൽ വേർഷന്റെ പ്രൈസിങ് കുറച്ച് കുറവായിരിക്കും. ഇറ്റ് വിൽ ബി അറൌണ്ട് $400 ഓർ $450. ഓക്കെ, സോ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസിങ്. ഇതിൽ മേ ബി ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. സോ ഇനി റിലീസ് ഡേറ്റിനെ പറ്റി നോക്കിയാൽ വി ആർ എക്സ്പെക്ടിങ് PS5 ബൈ Q4 2020, അതായത് ഒരു നവംബർ ഡിസംബർ ഈ വർഷമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. മേ ബി ഇത് നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിലേക്കും ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയേക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു PS5നെ പറ്റി എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും. സോ നിങ്ങൾക്ക് PS5 വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? ഈ PS5 കൺസോളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമന്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ഡൗൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ സോ ദാറ്റ് യു ക്യാൻ get an early access to all our videos whenever we upload it. Okay, so I'll be back with another great video. Till then, bye.